ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു പീസ് കിച്ചൻ. ഇപ്പോൾ ചക്ക സമയമാണല്ലോ, അതുകൊണ്ട് അധിക വീട്ടിലും ചക്ക ഉണ്ടാവും. അതിൻ്റെ കുരു കൊണ്ട് ഒരു സ്നാക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞാനിതാ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 4-5 വിസിലടിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 4 വിസിലടിയുമ്പോഴത്തേക്കിന് ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വരുന്ന തൊലി ഉണ്ടല്ലോ, ഈ വൈറ്റ് കളറുള്ള തൊലി, അത് മാത്രം കളഞ്ഞെടുക്കുക. ഇതിൻ്റെ ബ്രൗൺ കളറുള്ള തൊലി ഉണ്ടല്ലോ, അത് കളഞ്ഞ് കളയരുത്. അതിലാണ് എല്ലാം അടങ്ങിയിട്ടുള്ളത്. ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മേലെ വരുന്ന ഭാഗം മാത്രം നമ്മൾ എടുത്ത് കളയുക. അതുപോലെ നമുക്ക് ഫുള്ളും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചക്കക്കുരു ആരും കളഞ്ഞ് കളയരുത്. എല്ലാ പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരു കൊണ്ട് പല ഐറ്റംസും നമുക്ക് റെഡിയാക്കി എടുക്കാം. ചക്കക്കുരു കൊണ്ട് കറി വെക്കാം. അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഞാനിതാ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ചക്കക്കുരു ഫുള്ളും ഞാനിതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതിനുശേഷം കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിത് ടീസ്പൂണായതുകൊണ്ട് 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കടലമാവ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് വരാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഇതിങ്ങനെ എടുത്തിട്ട് നുള്ളിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വട പോലെ വേണമെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ നുള്ളി ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ. നമുക്ക് വൈകുന്നേരം ചൂട് ചായൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് നല്ല കളറുണ്ടാവും.
നമ്മൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത്ര കളർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ ഫുള്ളും ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ബാക്കിയും കൂടി ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഒന്ന് മുരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയുന്നില്ല, ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.